വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് തത്സമയം. ക്ഷണിച്ചപ്പോൾ ക്രൈസ്തവ സമുദായ നേതാക്കന്മാർ ആ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയി എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ആരെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ക്ഷണിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും അതൊരു വലിയ ബഹുമതിയായിട്ടാണ് കണക്കാക്കുന്നത്. സജി ചെറിയാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരാമർശം ഒരുപക്ഷെ വി എൻ വാസവൻ ഇപ്പോൾ പുതിയ വകുപ്പ് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളും അസഭ്യങ്ങളും പറയുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത. കാരണം പഴയ തലമുറയിലെ ആർഷോയാണ് ഈ സജി ചെറിയാൻ. അതുകൊണ്ട് സജി ചെറിയാനിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനും വിഷമാണ്. ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള 6 സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ്. ഗോവയുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമുദായം മുഴുവൻ BJPക്കെതിരാണ് എന്ന് സജി ചെറിയാൻ കരുതുന്നുണ്ടെങ്കിൽ അത് വസ്തുതകളുമായിട്ട് ബന്ധമില്ലാത്തതും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതുമാണ്. അതുകൊണ്ട് ഈ പിണറായി വിജയൻ്റെ വരദാനം, പിണറായി വിജയൻ കേരളത്തിൻ്റെ വരദാനം വാസവന് പുതിയ വകുപ്പ് കിട്ടിയെങ്കിൽ അതുപോലെ എന്തെങ്കിലും അസഭ്യം നടത്തിക്കഴിഞ്ഞാൽ തനിക്കും എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നടന്നതെങ്കിൽ പിണറായി വിജയൻ ആണത് പരിഗണിക്കേണ്ടത്. ഏതായാലും ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയതിനെ ആക്ഷേപിക്കുന്ന സജി ചെറിയാൻ, സകല അരമനയും കയറി നിരങ്ങുന്ന സജി ചെറിയാൻ അത് ആക്ഷേപിക്കുമ്പോൾ തോന്നുന്നത് ഒരു സിനിമാ ഡയലോഗാണ്. എന്ത് പ്രഹസനമാണ് സജി. CPM-ന്റെ നിലപാടല്ലേ അല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. അതെനിക്കറിയില്ല, അത് ആ ഭയം കൊണ്ടാണോ അതോ സ്വന്തം സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ? കാരണം പിണറായി മന്ത്രിസഭയിൽ വലിയ ഗുണ്ടായിസം കാണിക്കുന്നവർക്കാണ് മന്ത്രിസഭയിൽ കൂടുതൽ അംഗീകാരം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ? ഇതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് പറയാനുള്ളത്, പിണറായി മന്ത്രിസഭയിൽ ഇപ്പോൾ വാസവന് ഏറ്റവും ഒടുവിൽ കിട്ടി, അതിൻ്റെ പശ്ചാത്തലം. പിന്നെ സജി ചെറിയാൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ചരിത്രമൊക്കെ ഒരു വശത്തിരിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ കേരളീയ സമൂഹം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ മൗനമാണല്ലോ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ക്രൈസ്തവ സമുദായത്തോടുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. ആ മൗനം എന്തുകൊണ്ട് എന്നുള്ളതാണ് കേരളീയ സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഏത് കലാപം? കലാപത്തെക്കുറിച്ച് ക്രൈസ്തവ സമുദായത്തിലെ ആളുകൾ മുഴുവൻ തന്നെ വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കലാപത്തെക്കുറിച്ച് CPM-കാരും കോൺഗ്രസ്സുകാരും നടത്തിയ പ്രചരണം പൊളിഞ്ഞുപോയതിലുള്ള ജാള്യതയും ഒരു വിഷമമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കലാപത്തെക്കുറിച്ചുള്ള പ്രശ്നം, കലാപം എന്തായിരുന്നു എന്നുള്ളത്, കലാപത്തെക്കുറിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന, പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെയുള്ള പ്രസ്താവനയ്ക്കെതിരെയാണിപ്പോൾ വി മുരളീധരൻ പ്രതികരിച്ചത്. അത് കൃത്യമായ രാഷ്ട്രീയ വക്തൃതയുള്ള പ്രതികരണമാണ് എന്ന് കുറ്റപ്പെടുത്തുകയാണ് വി മുരളീധരൻ ചെയ്തത്.